കുക്കർ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി ഒന്ന് നോക്കിയാലോ. പ്രത്യേകിച്ച് ഒരു കൂട്ടാനും ചോറിനില്ലെങ്കിലും ഈ ഒരു കറി മാത്രം മതിയിട്ടോ നിങ്ങൾക്ക് വയറ് നിറയെ ചോറുണ്ണാൻ. നമുക്ക് വഴുതനങ്ങ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഉള്ളി വേണ്ട, അതുപോലെ തന്നെ തേങ്ങ അരക്കണ്ട, അത്രയും സിമ്പിളായിട്ട് എത്ര ഒഴിച്ചാലും മതി വരാത്തൊരു കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണ്. വളരെ സിമ്പിളാണെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് തിരുമ്മി കഴുകി എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കഴുകുമ്പോൾ അതിൻ്റെ ആ കട്ടൊക്കെ ഒന്ന് പോയി കിട്ടും. നല്ലോണം നല്ല വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. ഇനി നമുക്ക് 1/2 കപ്പ് ഇതുപോലെ പരിപ്പാണ് കേട്ടോ, സാമ്പാർ പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒരു 3-4 വിസിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് ഉടയുന്ന രീതിയിലേക്ക് ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ചെറിയതായിട്ടൊക്കെ ഒന്ന് ഉടയാത്ത രീതിയിൽ പരിപ്പ് കിടക്കുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ തിളപ്പിച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. കാരണം കുറച്ച് വേവൊന്ന് കുറവായപ്പോൾ അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിപ്പിലോട്ട് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. വലുതൊക്കെ ആണെങ്കിൽ ഒറ്റ എടുത്താൽ മതി. ഞാനിവിടെ 2 ചെറിയ തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊടികളായിട്ട് ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ട് 1 ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇത്രയും പൊടികൾ തന്നെ നമ്മൾ ഇതിൽ ചേർക്കണുള്ളൂ. ഇനി വേറെ ഒന്നുമില്ല. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത്. ഒഴിക്കുമ്പോൾ നമ്മൾ നല്ല നോക്കിയിട്ട് ഒഴിക്കുക. ആ ഒരു കറീൻ്റെ ആ ഒരു ലൂസ് എങ്ങനെയാണെന്നുള്ള രീതിക്ക് നോക്കിയിട്ട് ഒഴിക്കുക. ഇതിപ്പോൾ അത്യാവശ്യം ഒരു ലൂസിലുള്ളതാണ്. നമ്മളിതിൽ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന ആ ഒരു തിളക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് ഇതുപോലെ അടച്ചു വെക്കാം. വിസിൽ വരുന്നത് വരെയല്ല, ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് മൂടി വെച്ചു എന്നേ ഉള്ളൂ. അത് ഫിറ്റിട്ടിട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്നിങ്ങനെ അടച്ചു വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴുതനങ്ങ ഒന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കറി ഒന്ന് കുറുകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ കറി ഇവിടെ ഏകദേശം ഒന്ന് വെന്ത് വഴുതനങ്ങയൊക്കെ നന്നായി വെന്തൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് പാകമാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയ രീതിയിൽ ലൂസാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. പരിപ്പിട്ട കറി ആവുന്നതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നന്നായിട്ട് കുറുകിക്കോളും. ഇനി നമുക്ക് ഒരു കടായിൽ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഇത് നേരെ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ വഴുതനങ്ങ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. സത്യം പറയാലോ, അന്ന് ബിരിയാണി ഉണ്ടാക്കിയ ദിവസമായിരുന്നു. ഞാൻ ഈ ഒരു കറി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് എടുത്ത് കഴിച്ചു കൂട്ടാ. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു.